അസ്സലാമലൈക്കും. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെ അസ്സലാമലൈക്കും. ഇതാണ് ഞങ്ങളെ അടിമാലി മുസ്ലിം ജുമാ മസ്ജിദ് എന്ന് പറയും. ഇതുണ്ട്, ഇത് പിള്ളേർ ഓതാൻ പോവാണ്. ഇവിടെ എല്ലാവരും വന്ന് നിസ്കരിക്കും. എല്ലാവരും ഇവിടെ പഠിച്ചു വളർന്ന് ഈ മദ്രസയിൽ പഠിച്ചു വളർന്നവരാണ് എല്ലാവരും. ലോകത്തുള്ള എല്ലാ മാന്യന്മാരും ഇവിടെ വന്ന് നിസ്കരിക്കുന്നവരാണ്. എല്ലാവരും ഈ പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചിട്ട് അള്ളാഹിനെ വിളിച്ചിട്ട് തെണ്ടിയിട്ട് പോണവരാണ്. അള്ളാഹിൻ്റെ അടുത്ത് തെണ്ടാൻ വരുന്നവരാണ് കേട്ടോ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അള്ളാഹിൻ്റെ വിശ്വാസമുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെണ്ടാൻ വരുന്നതാണ്. ഇത് ഓതു കൊടുക്കുന്ന സ്ഥലം, അപ്പുറത്തുണ്ട് സ്ഥലം, ഇഷ്ടം പോലെ സ്ഥലമുള്ള സ്ഥലമാണ്. ഇവിടെ എന്തോരം കാരണവന്മാർ വന്നിട്ട് പോയ സ്ഥലമാണ്. ഇത് യഥാർത്ഥം ഈ പള്ളി പണിഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഞാൻ കവറിൽ കിടപ്പുണ്ട്. കോടീശ്വരന്മാരുണ്ട്, പൈസക്കാരുണ്ട്. ഇത് ഞാൻ കാണിക്കുന്നത് വേറെ ഒന്നുമില്ല. കഴിയുന്നത് നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. കേട്ടില്ലേ, ഇവിടെയൊക്കെ കോടീശ്വരന്മാരാണ് വന്ന് കിടക്കുന്നത്. കോടീശ്വരന്മാർ കോടീശ്വരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആസ്തിയുള്ളവരത് ഇവിടെ കിടക്കുന്നത് കണ്ടോ. ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്നവരാണ് ഇവരൊക്കെ. പക്ഷെ ഇവർക്ക് അറിയില്ല, ഇവർ ജീവിച്ചിട്ട് ചിലവർ അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ സ്ഥലത്ത് വരുമെന്ന്. കണ്ടോ, ഇതൊക്കെ എൻ്റെ വലിയപ്പമാര് എല്ലാവരും ഇവിടെ കിടക്കണോ. അള്ളാനെ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവരും മാന്യന്മാരായിരുന്നു. കണ്ടോ, മരിച്ചവരെ കൊണ്ട് ഇവിടെ മറയുക. ഇപ്പോൾ ഒരാളില്ല. ജീവിച്ചിരുന്നപ്പോൾ ഇവർക്ക് ബന്ധുക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഫോൺ വിളിക്കുമായിരുന്നു. ഇവർക്ക് സമയമില്ലായിരുന്നു. എല്ലാവരും സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വരും, വന്ന് ദുആ ചെയ്തിട്ട് പോകും. ഇവിടെ വന്നിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചിലവർ പറയും പ്രാർത്ഥിക്കേണ്ടെന്ന് പറയും. പക്ഷെ ഇതിലല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വേറെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു 2 മാസം മുമ്പ് ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു. ഇവിടെയൊക്കെ കോടീശ്വരന്മാരെ കിടക്കുന്നത് യൂട്യൂബിൽ കണ്ടായിരുന്നു. ഒരു കോടീശ്വരനായ ഒരു മുസ്ലിം, അദ്ദേഹം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. തൊട്ടടുത്ത് ഒരു മുസ്ലിം സഹോദരൻ വീട് വെക്കുകയാണ്. ആ വീട് വെച്ചപ്പോൾ തന്നെ ഈ പുള്ളിക്ക് അസൂയ തുടങ്ങി. വീട് വെച്ചപ്പോൾ തന്നെ അസൂയ തുടങ്ങി. കാരണം അദ്ദേഹം അജയ്തവനാണ്, നിസ്കരിക്കുന്ന ആളാണ്. തൊട്ട് അടുത്ത് ഒരു മുസ്ലിം സഹോദരൻ വീട് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു കഷ്ണം പലക വെച്ച് നിൽക്കൊണ്ട് ആ പലക വെട്ടിമുറിച്ച് ദൂരെ കളഞ്ഞ ആളാണ് ആ മുസ്ലിം. അവരെ ലോക മുസ്ലിങ്ങളെ നിങ്ങളെ ഞാൻ ഉണർത്തുവാണ്. നീ എത്ര വല്ല കോടീശ്വരനായാലും ശരി തന്നെ ഇവിടെ ഇതേപോലെ സ്ഥലങ്ങളിൽ വന്ന് കിടക്കേണ്ടി വരും. ഉറ്റവരുണ്ടല്ലോ, ആരും ഉണ്ടാവില്ല നിങ്ങളെ കൂടെ. ദാനം ചെയ്യുക, ജീവിച്ചിരിക്കുന്നവർക്ക് സക്കാത്ത് കൊടുക്കുക. അള്ളാഹു താല നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോക മുസ്ലിമായ യൂസുഫ് അലി വരെ ഇതേപോലെ സ്ഥലങ്ങളിൽ കിടന്ന് ഉറങ്ങേണ്ടവരാണ്. അവിടെ പാവപ്പെട്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായിരിക്കും വന്ന് കിടക്കുന്നത്. അതൊന്നും അവിടെ ഇല്ല, വിഷയമില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പൈസക്കാരനോ ആരുമില്ല. ഇവിടെ നമ്മൾ ഏകന്മാരാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക. അദ്ദേഹം അവിടെ ഒരു കഷ്ണം പലക നിങ്ങളെ പറമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെ നെഞ്ചത്ത് വെച്ചിട്ടാണോ? അവിടെ ഒരു കഷ്ണം പലക വെച്ചിട്ട് അവർ പണിയെടുത്തോട്ടെന്നേ. നിങ്ങളെ നെഞ്ചത്ത് വെച്ചിട്ടില്ലല്ലോ. വേണമെങ്കിൽ ഒരു 2 ചാക്ക് സിമന്റ് എടുത്ത് കൊടുക്കുന്നേ. അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടൂലേ? എൻ്റെ പൊന്നിക്ക ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലോ കേട്ടോ.
മുസ്ലിങ്ങളെ കണ്ടിട്ട് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടാണ് ഒരു ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പണ്ടത്തെ മുസ്ലിങ്ങളെ കണ്ടിട്ടാണ് എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചത്. നിങ്ങളെ കണ്ട് ഹിന്ദുക്കൾ നിങ്ങളെ കണ്ട് ഓടത്തേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു ഗതികേടുള്ള ആൾക്കാരുടെ അടുത്താണ് പോകണമെന്ന് ചോദിക്കും. നമ്മളെ കണ്ടിട്ട് വേണം മറ്റുള്ളവർ പഠിക്കാൻ, ഹിന്ദുക്കൾ വരാൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഓരോരോ ആൾക്കാർ നല്ല നല്ല കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെ പൊന്നിക്ക, ഞാനൊരു കാര്യം പറട്ടെ, നിങ്ങൾ ഇതേപോലെ ഇവിടെ വന്ന് കിടക്കേണ്ടി വരും. ആ കയറിനെ വെട്ടിമുറിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അസൂയ പിടിക്കല്ലേ ഇക്ക, പ്രായമായില്ലേ, ഇത്രയും പ്രായമായില്ലേ ഇക്ക. ഞാൻ നിങ്ങളെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, നിങ്ങളെ പ്രൊഫൈലൊന്നും കാണിക്കുന്നില്ല. മനുഷ്യ, നീ നന്നാവും. മരം പോലെ ആവരുത്, മരങ്ങളെ പോലെ ആവല്ലേ. മനുഷ്യന്മാരായിട്ട് നടക്ക്, മൃഗങ്ങളെ പോലെ ആവരുത് കേട്ടോ ഇക്ക. ഞാൻ ഈ പള്ളി സ്ഥലത്ത് നിന്നാണ് പറയുന്നത്, നമ്മളെ അടിമാലി പള്ളി സ്ഥലത്ത് നിന്നാണ് പറയുന്നത്. വേറെ ഒരുത്തൻ്റെ വീടിനെയോ ഒരു സ്ഥലത്തിനെ കണ്ട് നിങ്ങൾക്ക് അതിനേക്കാളും കൊട്ടാരം പോലത്തെ വീട്ടിലേക്കാ. ആ വീട്ടിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? അദ്ദേഹത്തിന് വേണമെങ്കിൽ 5-6 സാഗർ സിമന്റ് എടുത്ത് കൊടുക്കുക. നാട്ടുകാർ നല്ല പറയും. നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു താലേൻ്റെ അത് ദുആ ചെയ്യുന്ന പോലെയാണ്. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ദുആ ചെയ്യുന്ന പോലെയാണ്. എൻ്റെ പൊന്നിക്ക, ഇങ്ങനെ ചെയ്യല്ലോ കേട്ടോ. ഏത് ജാതിയാവട്ടെ, ഏത് മതക്കാരാവട്ടെ, നല്ല കാര്യം ചെയ്തു കൊടുക്കുക കേട്ടോ. നമ്മളെല്ലാം മരിക്കുന്നവരാ. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടക്കും. ഇതാണ് ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്, നശിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.